ഹായ്, ഞാനിന്ന് സസ്യസ്നേഹികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബൊട്ടാണിക്കൽ ഗാർഡനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സോ കം വിത്ത് മീ, ലെറ്റ് us എൻജോയ് ദ മോസ്റ്റ് സെറീൻ ആൻഡ് ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആറ് എവിടെ നിന്ന് കൊണ്ടുവന്നാ? ഇത് മൂവാറ്റുപുഴയിലെ ഒരു സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഹൗസിൽ അവിടുന്ന് കുറച്ചൊരു മിൽമ വല്ല കവർ കൊണ്ടുവന്നാ. ഓ ശരി. അത് നമ്മളിങ്ങനെ ചെറിയ സ്ഥലത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് അങ്ങ് മിക്കവാറും എല്ലായിടത്തും ആയി. ഇപ്പം നമ്മൾ സ്ക്വയർ ഫീറ്റിന് 500 രൂപ വെച്ചിട്ട് പുറത്ത് കൊടുക്കുന്നു. ചലാൻ അടച്ച് യൂണിവേഴ്സിറ്റിയിൽ അടച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. വളം കൊടുക്കുക. ഇതിന് നമ്മൾ കാര്യമായ വളം, ഇതിന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇതിന് നമ്മൾ ചെയ്യുന്നത് ആദ്യം എല്ലുപൊടി കുറച്ച് മണ്ണിൽ മിക്സ് ചെയ്യും. ചാണകപ്പൊടി തൊടിയിക്കാൻ പാടില്ല. നൽകും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണും കുറച്ച് പൊട്ടാഷും കുമ്മായവും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വിതറും. ഒരു ദിവസം നനക്കില്ല, രണ്ടാം ദിവസം മുതൽ നനച്ചു തുടങ്ങും. പിന്നെ 40 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഇത് ബ്രഷ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണം. ഇതിങ്ങനെ പൊങ്ങുമല്ലോ കുറച്ച്, അപ്പോൾ നല്ല ഗ്രൗണ്ട് ലെവലിൽ മൂവ് ചെയ്യണം. എന്നിട്ട് നനച്ചു കൊടുക്കണം. ഈ സാധനമൊക്കെ വെറുതെ നമ്മൾ പറിച്ചു കളയും. മറ്റേ ആൾട്ടർനാന്തീര വെറുതെ നമ്മൾ പറിച്ചു കളയുന്ന നല്ല, അത് നല്ല ഡ്രൈ കളർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളർ വരും അല്ലേ? വെള്ളം കുറച്ച്. ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് പാച്ചായിട്ട് നിൽക്കുന്നുണ്ട്. വെയിൽ നല്ല കിട്ടുന്ന സ്ഥലത്ത്. മഴക്കാലത്തും ഉണ്ടാവുമോ ഇതേപോലെ? മഴക്കാലത്തില്ല. പിന്നെ അലമന്റ്, പിന്നെ കുറച്ച് പോട്ടർ പ്ലാന്റ്സ്. വെർട്ടിക്കലാണ്, നമ്മൾ നീളത്തിൽ മതിലുള്ളതുകൊണ്ട് വെർട്ടിക്കലായിരുന്നു. ശരി. സ്ഥലം ഒരു പ്രശ്നം. വെറൈറ്റി അധികം നമ്മൾ നോക്കുന്നില്ല, നമുക്ക് പറ്റുന്നത് മാത്രം. ഇത് അതിന് ഡ്രൈ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണോ വെറുതെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്താണോ സാർ? ലാൻഡ്സ്കേപ്പിംഗ് മുഴുവൻ വീഡ്സ് വരുന്നു. ഓഹോ, ഇത് വെച്ചാൽ വരില്ലല്ലേ? ഇത് കൺട്രോൾ ഇതിൻ്റെ ഇടയിൽ വരും. ആനയുടെ ഷേപ്പാണോ? ഗവൺമെൻറ്റിൻ്റെ എംബ്ലം അല്ലേ? ടോപ്പിയറി ഭംഗിയുണ്ട്.
ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, മിണ്ടാതെ കാണാൻ മാത്രമേ പറ്റൂ. അതെ അതെ, നമ്മുടെ പുതിയ സൊസൈറ്റി അങ്ങനെ ആയി പോയല്ലോ. നമ്മുടെ സൊസൈറ്റി പുതിയ അങ്ങനെ ആയി പോയോണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ആൻജിയോസ്പേം പ്ലാന്റ് ടാക്സോണമിയുടെ ഒരു ഓഫീസ് ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് പ്രദീപ് സാർ ഇരിക്കുന്നത്. ഇത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കൊരു ഉള്ളൊരു എൻട്രൻസ് ആണ്. ഈ കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ എംബ്ലമാണ്. ഇവിടെ ധാരാളം പ്ലാന്റ്സ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നക്ഷത്ര മരങ്ങളും ഒക്കെ പല പല കാറ്റഗറി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടച്ച് ചെയ്തിട്ട് പ്ലാന്റിനെ മനസ്സിലാക്കുന്നതിനായിട്ടുള്ളൊരു സെക്ഷനും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു, അതിനുള്ളിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് നടക്കുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. സ്വാതിയാണ്. ഞാൻ ഗാർഡൻ കാണാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് കയറാൻ ഇവിടുത്തെ റിസർച്ച് സ്റ്റുഡൻ്റാ? ഓ ശരി. പെർമനൻ്റ് പോസ്റ്റാ? ടെമ്പററി. ഈ ഗാർഡൻ നോക്കുന്ന ജോലിയല്ലേ? ഇത് പുതിയതാണോ? പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഞാൻ നേരത്തെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നല്ലോ ഗാർഡൻ്റെ, ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പബ്ലിക്കിന് തുറന്നു കൊടുത്തില്ലേ? നല്ല ചൂടുണ്ട് ഇതിൽ. ഇതേതാ ഈ പ്ലാന്റ് ഹാങ് ചെയ്ത് നിൽക്കുന്നത്? ഇത് നമ്മുടെ ഇതാണോ? സൈലോട്ടാണോ? സ്പെഷ്യസ് ആണോ? സൈലോട്ടം പോലെ. ആ കറക്റ്റ്, കണ്ടിട്ട് സൈലോട്ടം പോലെ തോന്നിയാണ് ഞാൻ ചോദിച്ചത്. ബോട്ടണി പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ പ്ലാന്റ്സിനെ പറ്റി വലിയ ഐഡിയ ഒന്നും. ഫൈക്കസ് കൃഷ്ണയല്ലേ നിൽക്കുന്നത്? അതും കൃഷ്ണല്ലായിരുന്നോ? കൃഷ്ണാസ് ബട്ടർകപ്പ്. ഞാൻ കുറച്ച് ചെടിയും കൂടെ വാങ്ങാനായിട്ടാണ് വന്നത്. സാറ് കുറച്ച് ചെടി തരാമെന്ന് പറഞ്ഞത്. ആ പ്രദീപ് സാർ. മറ്റേ അരാക്കിസ് ഒക്കെ ഇല്ലേ, കപ്പലണ്ടി ചെടി. ഞാനൊരു ടോർച്ച് ജിഞ്ചർ ചോദിച്ചായിരുന്നു സാറിനോട്. ഇത് ടോർച്ച് ജിഞ്ചറാണോ? അല്ല, കലാത്തിയാണ്. ഇത് ടെറഡോ അല്ലേ? ഇംപ്രഷൻ ചെയ്തിരിക്കുക, ലീഫിൻ്റെ ഇംപ്രഷൻ. ചെടി വെട്ടുകയാണോ? ഈ പിങ്ക് കളർ. ഓ ഓ.
നമുക്ക് അങ്ങോട്ടല്ലേ പോകണ്ട? റൈറ്റ്. ആ താഴെ ചട്ടി നിൽക്കുന്നു. ഇത് പല പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്ന് വീഡിയോ എടുത്ത് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ചാനലുണ്ട്, അതിൽ ഇട്ടിട്ട് പിള്ളേർക്ക് പഠിക്കാനുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ ഐഡിയ ഒന്നും കഴിഞ്ഞിട്ട് സ്റ്റാർ പ്ലാൻസ് ഇതിൻ്റെ ഉള്ളിലും ബോൺസായി ഉണ്ടല്ലേ. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള ഈ ആലൊക്കെ? 10-20 വർഷം ഉണ്ടായിരിക്കും അല്ലേ? ഇതിലെ കുറേ നടക്കാനുണ്ടല്ലേ? കാവ ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ. ഓക്കെ. ആൻജിയോപ്റ്ററിസ് അതിൻ്റെ സോറെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ബേർഡ്സ് നെസ്റ്റ് ഫൺ, അസ്പ്ലീനിയം ബേർഡ്സ് നെസ്റ്റ് ഫൺ എന്ന് പറയുന്നതാണ്. സ്പൊറാഞ്ചിയത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ഉണ്ടോ? സോറി, നീറ്റാണോ? അതൊന്നും കിട്ടത്തില്ല, ദൂരെയാണ്ടേ പ്രയാസം. പഠിക്കാനുണ്ട്, നീറ്റം പഠിക്കാൻ. ആ പിങ്ക് കളർ മ്യൂസ വെറൈറ്റിയാണ്. വാഴച്ചെടിയാണ്. അതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല. സസ്യങ്ങളെ സ്നേഹിക്കുന്ന കുട്ടികൾക്കും ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. മറ്റുള്ളവർ പ്ലീസ് സഹകരിച്ച് വീഡിയോ കാണാൻ. ചെടികളെ ഇഷ്ടമില്ലാത്തവരാണ്. ഗ്രീൻ ഹൗസ് ആണ്. ഇതിനകത്ത് ബ്രോമീലിയാഡ്സ് ഉണ്ട്, ഓർക്കിഡ്സ് ഉണ്ട്, ഫേൺസ് ഉണ്ട്, ബിഗോണിയാസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് പോവാം. ബട്ടർഫ്ലൈ പാർക്കും കൂടെയാണെന്ന് തോന്നുന്നു ഇത്. കാരണം ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് സ്പൈസസിൻ്റെ ഒരു ഹൗസാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫണ്ട് ചെയ്യുന്നതാണ് സ്പൈസസ് ഹൗസ്. സ്പൈസസ് ആണ് അതിലുള്ളത്. ഇതും ആൻജിയോപ്റ്ററിസ് ആണ്. വലിയതായിട്ട് നിൽക്കുന്നു. ഇതുണ്ടോ എത്ര മനോഹരമാണ്. ഇലമുളച്ചീൽ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാൻ. എത്ര രസമാണ്. ചെറിയ ചെറിയ പൂക്കൾ. പൂക്കളെയും ചെടികളെയും ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. എനിവേ ഐ ലൈക്ക് ദ സ്നേക്ക് പ്ലാന്റ്. ഓരോ ചെടികളും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിൻ്റെ രീതിയാണ് അതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് കുറേ ചെടികളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളതിനെ എങ്ങനെ നന്നായി സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളൊരു വലിയ ഫാക്ടറാണ്. അപ്പോഴാണ് അതിൻ്റെ ഭംഗി എടുത്തറിയാൻ സാധിക്കുന്നത്. വൈൽഡ് വാനിലയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഫ്ലവറാണ് ഓർക്കിഡ് വർഗത്തിൽപ്പെട്ട വൈൽഡ് വാനില. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് വാനില കിട്ടുമല്ലേ. ബിഗോണിയാസിൻ്റെ അടിപൊളി കളക്ഷൻസ് അല്ലേ. ഇത് പ്രദീപ് സാറിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നല്ലേ. സാറ് പറഞ്ഞായിരുന്നു യൂണിവേഴ്സിറ്റി ഫണ്ടുണ്ടായിരുന്നു സാറിന്, അപ്പോൾ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത നല്ല ഭംഗിയുണ്ട്.
നാഗാലാൻഡിലെ ബിഗോണിയാസ് ആണല്ലോ സാർ റിസർച്ച് ചെയ്യുന്നത്, സാറിൻ്റെ സ്റ്റുഡൻറ്റ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നെപ്പന്തസ്, പിക്ചർ പ്ലാന്റ്. എനിക്കറിയാം. അതിലിപ്പോൾ പിക്ചർ ഇല്ലേ വെളിയിലോട്ടോ? അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം. ബിഗോണിയാസ് ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് കളക്ഷൻസ് ബിഗോണിയാസിൻ്റെ. ബിഗോണിയാസ് ശരിക്കും നല്ല ഭംഗിയാണ്. പൂക്കളെക്കാളിലും അതിൻ്റെ ഇലകൾക്കാണ് ഏറ്റവും ഭംഗി. ഇല വെച്ചിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റാണ് ബിഗോണിയ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ ഒരുപാട് വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ ചെറിയ ഷെയ്ഡിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് ബിഗോണിയാസ്. ഒത്തിരി വെയിൽ വേണ്ട. അപ്പോൾ ഓരോ ചെടിയും വെക്കേണ്ട സ്ഥലങ്ങളും സ്ഥാനങ്ങളും അറേഞ്ച് ചെയ്യേണ്ട രീതികളും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഗാർഡനിങ് ചെയ്യാനായിട്ട്. ബിഗോണിയാസ് ഇപ്പോൾ നമുക്ക് ബാക്കി കാണാം. ബിഗോണിയുടെ ഫ്ലവർ ഇതാണ്. ഫ്ലവർ വലിയ അട്രാക്റ്റീവ് അല്ല, പക്ഷേ എങ്കിലും അതിൻ്റെ ലീഫാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ബിഗോണി അത്ര ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ലീഫ് നോക്കൂ, കളർ പാറ്റേൺ. വാവ്. അതായത് നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ഒരു ബിഗോണിയ വെറൈറ്റിയാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ഒരു ബിഗോണിയാണ്. കലാത്തിയ, അഗ്ലോണിമ, അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇലയ്ക്കും എത്ര ഭംഗിയാണ്. പൂക്കൾക്ക് മാത്രമല്ല, ഇലയുടെ ഭംഗി നമ്മളെ ആകർഷിക്കും പല ചെടികളുടെ, അല്ലേ? കലാത്തിയകൾ. അതായത് ഒരു അണ്ണാൻകുട്ടൻ. ഇവിടെ ടെറിഡോഫൈറ്റ്സും ഉണ്ട്. ആൽവെല്ലയുടെ ഒരു സ്പീഷീസാണ് ഇത്. ടെറിഡോയും ഇവിടെ ഉണ്ട്. അതേപോലെ അരോയിഡയിലെ ചേമ്പ് വർഗത്തിൽപ്പെട്ട പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. ഗ്രീൻ ഹൗസിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലീഫ് എത്ര ഭംഗിയാണ്, കടുവയുടെ വര പോലെ. വാവ്. ഇതെല്ലാം അരോയിഡ് ഫാമിലിയിൽ പെട്ടിട്ടുള്ളതാണ്. ചേമ്പ് വർഗത്തിൽപ്പെട്ട ഓർണമെൻ്റൽ പ്ലാന്റ്സാണ്. ഇതാ നമ്മുടെ മാറാമ്പെന്ന് പറയും. ഹിന്ദുക്കളൊക്കെ മരിച്ചു കഴിയുമ്പം ബോഡി സംസ്കരിച്ച ഭാഗത്ത് നടുന്ന ചെടിയാണ്. പക്ഷെ അതൊരു ഓർണമെൻ്റലായിട്ട് വേണമെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റും. നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ ഫേൺസാണ് ഈ താഴെ കാണുന്നത്. ഇതാ അതിൻ്റെ കാ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ വിത്ത് ഉണ്ടാകുന്നത്. ഇതാണ് ശരിക്കും അതിൻ്റെ ഫ്ലവർ. ഇത് ശരിക്കും അതിൻ്റെ ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള സ്പേത്ത് എന്ന് പറയും, ബ്രാക്റ്റ. ഇതാണ് ശരിക്കും ഫ്ലവേഴ്സ് ഇതിൻ്റെ ഉള്ളിലാണ്. ഇതുണ്ട് വലിയൊരു ചേമ്പ്. ഇതൊന്നും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണോ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്ന്, അവിടെയാണ് കൂടുതലായിട്ടും ഇത്തരം പ്ലാന്റ്സൊക്കെ കാണുന്നത്. തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണല്ലോ, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാവാനാണ് വഴി. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അതിന് ചുറ്റിനും ഫേൺസാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടും ഉണ്ട്. ചൂട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഗ്രീൻ ഹൗസിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ വാം അറ്റ്മോസ്ഫിയറാണ്. ആ വാം അറ്റ്മോസ്ഫിയർ പ്ലാന്റ്സിനൊരു ക്ഷീണമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫൗണ്ടനൊക്കെ കൊടുത്തിട്ടുള്ളത്. ആ നിൽക്കുന്നതൊക്കെ അഡിയാൻഡത്തിൻ്റെ പല സ്പീഷീസുകളാണ്. ഓർണമെൻ്റൽ സ്പീഷീസ് ഓഫ് അഡിയാൻഡമാണ് നിൽക്കുന്നത്. PG ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും അത്. ഇങ്ങോട്ടുള്ളതെല്ലാം ഫേൺസാണ്. നെഫ്രോലെപ്പിസിൻ്റെ സ്പീഷീസാണ് ഇത്. നെഫ്രോലെപ്പിസ് എല്ലാം ഫേൺസാണ്. പല വെറൈറ്റിയിലുള്ള ഫേൺസ്. ഇത് സെല്ലാജിനെല്ലയാണ്. സെല്ലാജിനെല്ലയുടെ ഒരു സ്പീഷീസാണ്. കണ്ടോ, ഓ എത്ര വലിയൊരു പ്ലാന്റ് വേൾഡാണ്. ബോട്ടണി പഠിക്കുന്ന കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞത് ഇവിടെയാണ് വരേണ്ട. ഇത് അഡിയാൻഡത്തിൻ്റെ ഒരു ഓർണമെൻ്റൽ സ്പീഷീസാണ്. അത് കാപ്പിലിസ് വെനറീസ് പോലെയൊക്കെയുള്ള സ്പീഷീസാണത്. ഇതാണ് ലൈഗോഡിയം എന്ന് പറയുന്നൊരു ക്ലൈംബിംഗ് ആയിട്ടുള്ള ഫേണാണ്. ആൻജിപ്ട്രീസ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ സ്പൊറാഞ്ചിയത്തിൻ്റെ പാറ്റേൺ കണ്ടോ, സ്പോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോന്നും ഓരോ രീതിയിലാണ് കണ്ടോ, പല പല ഡിസൈൻസാണ്. നോക്കൂ എത്ര ഭംഗി. എല്ലാം ലീഫിൻ്റെ താഴെയാണ്. ചിലതിനൊക്കെ സ്പെഷ്യലായിട്ടുള്ള സ്പൊറാഞ്ചിയം ഉണ്ടാകാനുള്ള സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. ഇത് വേറൊരു ഫേണാണ്. ഇതും ഒരു ഫേണാണ്. കണ്ടോ, ടെറിസിൻ്റെ സ്പീഷീസ്.
ഒരു മത്സ്യകന്യക നിന്നിട്ട് വെള്ളം പകർന്നുകൊണ്ടിരിക്കുകയാണ് ടാങ്കിലൂടെ. അതായത് നെപ്പന്തസിൻ്റെ ഇൻഫ്ലോറസൻസ് ആണ് പിക്ചർ പ്ലാന്റിൻ്റെ. അതിൻ്റെ പിക്ചർ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ പിക്ചർ. ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന് ഫ്ലൈ ട്രാപ്പ് എന്നാണ് പറയുക. ഇത് ഈ പിക്ചറിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ അത് കണ്ടോ, അത് ഇൻസെക്റ്റിനെ അതിനകത്ത് ഇതിൻ്റെ വക്കിൽ വന്ന് തെന്നിയിരിക്കുമ്പോൾ ഇൻസെക്റ്റിനെ അതിലേക്ക് തെറ്റിച്ചിടും. എന്നിട്ട് പതുക്കെ പതുക്കെ ആ വെള്ളത്തിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് പതുക്കെ എടുക്കും. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കണ്ടോ, ആദ്യം വീണ വെള്ളത്തിൽ കിടക്കുന്ന ഉറുമ്പുകൾ എത്ര ഉറുമ്പുകളുണ്ടെന്ന് നോക്കും. നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പ്ലാന്റ് ഇങ്ങനെ ചെയ്യുന്നത്. നെപ്പന്തസിൻ്റെ പിക്ചേഴ്സ് കണ്ടോ. ഓക്കെ, ഇത് നമ്മുടെ മാടായിപ്പാറയിൽ കാണുന്ന യൂട്രിക്കുലേറിയ. ഇത് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് ഓക്കെ, ഇത് ലുഡ്വിഗ എന്ന് പറയുന്ന പ്ലാന്റാണ്. ലുഡ്വിഗ മൊസൈക്ക് പ്ലാന്റ് എന്ന് പറയും. പിന്നെ ഇത് നെയ്യാമ്പൽ എന്ന് പറയുന്ന നെയ്യാമ്പൽ. എൻ്റെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പോയി ഇല്ല. നെയ്യാമ്പൽ. ഇത് കൊടങ്ങൽ. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റാണ്. ചൈനീസ് ബോൾസ് എല്ലാം 10 മണി ചെടികളാണ്, പല കളറും. ഇനി അങ്ങോട്ടാണ് നമുക്ക് പോകണ്ടേ. ഒരു വലിയ കുളം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വിക്ടോറിയ ആമസോണിക്ക എന്ന് പറയുന്ന ആനത്താമര കാണാൻ വേണ്ടി പോവാം. അതാണ് അവിടെ. എനിക്ക് സമയമില്ല, എനിക്ക് പെട്ടെന്ന് തിരികെ പോകണം. അത് കാരണം ഞാൻ ഓടിയാണ്, വേഗത്തിലാണ് എടുക്കുന്നത്. എല്ലാം ഒന്നും നല്ല റിലാക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഒരു അവസരത്തിൽ കാണിക്കാം. ജസ്റ്റ് ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇങ്ങനത്തെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കാണിക്കുകയാണ്. നാടി ചെടികളുടെ ഒരു കളക്ഷനാണ്. ദൂരെ നിങ്ങൾ കാണുന്നത് വാറ്റേറിയ ഇൻഡിക്ക എന്ന് പറയുന്ന വൈറ്റ് ഡാമർ, വെള്ളക്കുന്തിരിക്കത്തിൻ്റെ മരമാണ്. വെളുത്ത പൂക്കൾ കാണുന്നത്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് കൺബർജിയ ആണ്, കാന്തേസിയയിലെ. എല്ലാം കണ്ട് ബോട്ടണി കുട്ടികൾ ഇവിടേക്കാണ് വരേണ്ടത് സ്റ്റഡി ടൂറൊക്കെ പോകുമ്പോൾ. വൈറ്റ് ഡാമറിൻ്റെ ഫ്ലവർ നിങ്ങളെ കാണിക്കാം. വെള്ളക്കുന്തിരിക്കം എത്ര മനോഹരമാണ്. ഇതിനൊരു മണമുണ്ട് കേട്ടോ. ഇതിൻ്റെ തണ്ടിനും ഇലയ്ക്കും പൂവിനും ഒക്കെ കുന്തിരിക്കത്തിന് മണമുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിക്ടോറിയ ആമസോണിക്ക എന്ന് പറയുന്ന ആനത്താമരയാണ്. ആമസോൺ ലില്ലി എന്ന് പറയുന്ന ആനത്താമരയാണ് വിക്ടോറിയ ആമസോണിക്ക. ഇത് ഞാൻ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലവറിങ് ഇല്ല, ഇലയൊക്കെ ചെറുതായിട്ടിരിക്കുകയാണ്. ഡ്രൈ സീസൺ ആയതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ പുറത്തൊരു കുട്ടിയെ വെച്ച് കഴിഞ്ഞാലും താണു പോവില്ല എന്നാണ് പറയുന്നത്. ആമസോൺ വനാന്തരങ്ങളിൽ കാണുന്ന ഒരു താമര വർഗത്തിൽപ്പെട്ടതാണ് വിക്ടോറിയ ആമസോണിക്ക. ഇതുണ്ടോ, പ്ലേറ്റ് പോലെ. അതിൻ്റെ ലീഫിൻ്റെ അടിയിൽ മുള്ളുണ്ട്. കാനോൺ ബൾട്രീ എന്ന് പറയുന്നത് ഇത് പിന്നെ പീരങ്കി ഉണ്ടയുടെ അതുപോലത്തെ വലിപ്പമുള്ള ഉണ്ട പോലെ അതിൻ്റെ കായ. ഇതിന് നാഗലിംഗ മരം എന്നാണ് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഇത് നമ്മുടെ നാട്ടുകാരനല്ല, ഇതും ഒരു അമേരിക്കക്കാരനാണ് ഇവിടോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞേക്കണ്ടോ, ഇതുണ്ടോ, അതിൻ്റെ താഴെ കാണുന്ന മഞ്ഞ കളറിലുള്ളതാണ് അതിൻ്റെ ഫെർട്ടൈലായിട്ടുള്ള സ്റ്റേമൻ. മുകളിൽ കുഡ് പോലെ കാണുന്നത് ഈ കാണുന്ന സ്റ്റെറൈൽ സ്റ്റേമൻസ്. ആ സെൻറ്ററിലൊരു റൗണ്ട് കാണുന്നില്ലേ, ഒരു സർക്കിൾ, അതിനുള്ളിലായിരുന്നു ഗൈനീഷ്യത്തിൻ്റെ സ്റ്റിഗ്മ വരുന്നത്. പക്ഷെ ഇതിപ്പോൾ ഇളകി വീണതായതുകൊണ്ട് നമുക്കത് അറിയില്ല. നാഗലിംഗത്തിൻ്റെ രൂപമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഇന്ത്യക്കാർ അതിനെ നാഗലിംഗ മരം എന്നൊക്കെ പേര് കൊടുത്ത് വിളിച്ചത്. ആക്ച്വലി ഇതൊരു അമേരിക്കക്കാരനാണ്. കണ്ടോ, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗൈനീഷ്യം വരുന്നത്. ഗൈനീഷ്യം ഒഴികെ ഉള്ള ഭാഗം മുഴുവനും പൊഴിഞ്ഞു വീണിരിക്കുക. ഗൈനീഷ്യം അവിടെ നിൽക്കും, അതാണ് പിന്നെ കായായിട്ട് മാറുന്നത്. ഇത് സ്റ്റെറൈലാണ്, ഈ ഉയർന്നിങ്ങനെ ക്രൗൺ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഇത് പിന്നെ സ്റ്റെറൈലാണ്. ഈ താഴെ നിൽക്കുന്നതാണ് ഫെർട്ടൈലായിട്ടുള്ള സ്റ്റെം. ഇത് നല്ല ഭംഗിയായി പൂ കാണാൻ. എല്ലാ ക്ഷേത്രങ്ങളിലും ഒക്കെ ഇപ്പോൾ നമ്മളിത് നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഭക്തിയുടെ പേരിൽ. പക്ഷെ ആക്ച്വലി ഇത് ഇന്ത്യൻ പ്ലാന്റ് അല്ല. മിൻറ്റ് ഹൗസ്, ജിഞ്ചർ സോൺ, ഫേണറി. ഞാനപ്പോൾ ഇങ്ങനെ നടക്കുവാണ്. എന്നെ ഗൈഡ് ചെയ്യാൻ വന്ന കുട്ടി അങ്ങോട്ട് പോയി. എനിക്ക് കുറച്ച് ചെടികൾ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് കിടക്കും. ബാംബൂസ് അവിടെ ഉള്ള നല്ല തണുപ്പും തണലും ഉണ്ട്.
ഇതിലെങ്ങനെ നടക്കാം. നടന്ന് പതുക്കെ ഇങ്ങനെ സാറിൻ്റെ അടുത്തോട്ട്, പ്രദീപ് സാറിൻ്റെ അടുത്തോട്ട് പോവാം. സാറ് ആ കുട്ടിയെ ഏൽപ്പിച്ച് വിട്ടത് തന്നെ കാണിക്കാനായിട്ട്. നല്ല നല്ല ആളുകളും നല്ല സഹകരണമാണ്. എനിക്ക് ഒത്തിരി ഇവിടുത്തെ ഉള്ള ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് നോർത്തിലോട്ട് വരുമ്പോഴത്തേക്കും ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒത്തിരി ഡിഫറെൻറ്റാണ്. ഓക്കെ, എത്ര വൃത്തിയായിട്ടാണ് അവർ എല്ലാം സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ടീച്ചേഴ്സിനെ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല ഡിപ്പാർട്ട്മെൻറ്റിലെ. നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ ഇങ്ങനെ കാട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ലിയാസ് ഇൻഡിക്ക എന്ന് പറയുന്നത്. വൈറ്റേസിയ മുന്തിരി വർഗ്ഗത്തിൽപ്പെട്ട കാട്ടുചെടിയാണ്. പക്ഷെ അതിനെ ഇങ്ങനെ ഒരു ഗാർഡൻ പ്ലാന്റ് പോലെ ഇങ്ങനെ നട്ട് വളർത്തിയപ്പോൾ എത്ര ഭംഗിയാണ് കാണാൻ. നോക്കി അതിൻ്റെ കൊല ഇങ്ങനെ മുന്തിരിക്കൊല പോലെ. ഇത് എഡിബിളാണോ എന്ന് എനിക്കറിയില്ല. ഇതൊരു എക്സാം പ്ലാന്റ് ആണ് ലിയ. ഇതുണ്ടോ ഈ പനയുടെ കായാണ് ഈ വീണ് കിടക്കുന്നത്. പനയുടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ മനസ്സ് നിറഞ്ഞ ഒരു ഹ്രസ്വ സന്ദർശനം നടത്തിയിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബൊട്ടാണിക്കൽ ഗാർഡനോട് വിട പറയുകയാണ്. എന്നെ യാത്രയാക്കാനായിട്ട് സ്വാതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബോട്ടണി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വർത്ത് തന്നെയാണ്, വിസിറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.